നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ സമയം ഫലപ്രദമായി എങ്ങനെ ചെലവഴിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ സിജിന ജോർജും മലയാളി വൈദികനായ ഫാദർ സിജോ ചുങ്കത്തും. സംഗീതം പഠിക്കാതെ തന്നെ വളരെ മനോഹരമായി പാടുന്ന സിസ്റ്റർ സിജിനയുടെ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ക്വാറന്റൈൻ ദിനങ്ങളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ക്യാൻവാസിലാക്കിയാണ് ഫാദർ സിജോ ചുങ്കത്ത് ശ്രദ്ധേയമായത്. ഇരുവരുടെയും വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. കോവിഡ്-19 പോരാട്ടത്തിൽ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സഹായം യാചിച്ചുകൊണ്ട് തെക്കൻ ഇറ്റലിയിലെ ഗാർഗാനോ പട്ടണത്തിൽ നടത്തിയ പ്രദക്ഷിണവും എമിറേറ്റ്സ് ബെനഡിക്ട് 16 പാപ്പയുടെ 93ാം ജന്മദിനാഘോഷവും പോയ വാരത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു. നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിവിധങ്ങളായ വിശ്വാസപരമായ കാര്യങ്ങൾ വിവിധ ഇടവകകളിലും നടന്നു വരികയാണ്. ഓൺലൈനിലൂടെ ആദ്യ കുർബാന സ്വീകരണത്തിനായി പൊർനാട്ടുകര ഇടവക കുട്ടികളെ ഒരുക്കുന്നതും അവധിക്കാല ക്യാമ്പുകൾ ഓൺലൈനിലൂടെ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റം ഫൊറോന ദേവാലയത്തിൻ്റെ വിശേഷങ്ങളും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ഗാനം ആലപിച്ച് ശ്രദ്ധേയയായ സിസ്റ്റർ സിജിന ജോർജ് MLF അവധി സമയം ഫലപ്രദമായി ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പാടിയ ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. മാനന്തവാടി കല്ലോടി ഇടവകയിലെ പൊട്ടയ്ക്കൽ ജോർജ് മേരി ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയവളാണ് സിസ്റ്റർ സിജിന. ഒഴിവ് സമയങ്ങളിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും കീബോർഡ് വായിക്കുകയും ചെയ്യുന്ന യുവസന്യാസിനിയായ സിസ്റ്റർ സിജിന ജോർജ് സംഗീതം പഠിക്കാതെയാണ് മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്നത്. സിസ്റ്ററിന്റെ സംഗീതത്തിലുള്ള കഴിവ് കണ്ട് അതിനുവേണ്ട പൂർണ്ണ പിന്തുണ നൽകുന്നത് ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെർലിൻ ജേക്കബും സിസ്റ്റർ ഡയാന ജോസഫുമാണ്. എല്ലാം എൻ ദൈവമേ എന്ന ഗാനം 10,000ങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. സ്വർഗത്തിലല്ലോ സമ്പാദ്യം എല്ലാവിൻ ദൈവമേ അങ്ങേ ദാനമല്ലോ എല്ലാവിൻ യേശുവേ അങ്ങേ സ്നേഹമല്ലോ സ്വർഗത്തിലല്ലോ സമ്പാദ്യം എല്ലാവിൻ ദൈവമേ അങ്ങേ ദാനമല്ലോ എല്ലാവിൻ യേശുവേ അങ്ങേ സ്നേഹമല്ലോ
ദാനമല്ലോ എല്ലാം എന്നീശുവേ അങ്ങേ സ്നേഹമല്ലോ. അതേസമയം ലോക്ക്ഡൌൺ ദിനങ്ങളിൽ സിസ്റ്റർ സിജിന പാടിയ നാഥൻ വിളിച്ചിടുന്നു എന്നെ എന്ന ഗാനവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നിരവധി പേരാണ് ഈ യുവസന്യാസിനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ആശംസകൾ നേർന്നിരിക്കുന്നത്. നാഥൻ വിളിച്ചിടുന്നെന്നെ എല്ലാക്കുമെല്ലാമായി തീരാൻ ഇടയനാകാൻ ഇരുളെ തെളിയാൻ ഇടറുന്ന മനസ്സുകൾക്കായവേകാൻ ഇടയനാകാൻ ഇരുളെ തെളിയാൻ ഇടറുന്ന മനസ്സുകൾക്കായവേകാൻ നാഥൻ വിളിച്ചിടുന്നെന്നെ എല്ലാക്കുമെല്ലാമായി തീരാൻ ജീവിത വഴിയിൽ ഒരുപാട് ജീവൻ മുറിവേറ്റു പിടയുന്ന സമരായേക്കാം ജീവിത വഴിയിൽ ഒരുപാട് ജീവൻ മുറിവേറ്റു പിടയുന്ന സമരായേക്കാം കാലത്തിൻ നമ്പരം കാതോർത്തുമേക്കാം കനിവിന്റെ തൈലമായി സൗഖ്യം പകരാം കാലത്തിൻ നമ്പരം കാതോർത്തുമേക്കാം കനിവിന്റെ തൈലമായി സൗഖ്യം പകരാം നാഥൻ വിളിച്ചിടുന്നെന്നെ എല്ലാക്കുമെല്ലാമായി തീരാൻ നാഥൻ വിളിച്ചിടുന്നെന്നെ എല്ലാക്കുമെല്ലാമായി തീരാൻ. COVID-19 എന്ന മഹാമാരിയിൽ മനുഷ്യർ ആകമാനം അവരുടെ ചെറിയ മുറികളിലേക്ക് ഒതുങ്ങിയപ്പോൾ ഫാദർ സിജോ ചുങ്കത്ത് എന്ന മലയാളി വൈദികൻ പറന്നുയർന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ അകങ്ങളിലേക്കാണ്. ക്വാറന്റൈൻ ദിവസങ്ങളിലെ വെറും 10 നാളുകൾ കൊണ്ട് ഇദ്ദേഹം ജീവൻ നൽകിയത് ക്രിസ്തുവിൻ്റെ വിവിധങ്ങളായ ഹൃദയവികാരങ്ങൾക്കാണ്. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ സമയമെങ്ങനെ ഫലപ്രദമായി ചിലവഴിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫാദർ സിജോ. ബൈബിളിലുള്ള ഈശോയുടെ വിവിധ ഭാവങ്ങൾ ധ്യാനിക്കുകയും അതിന് ചായം നൽകുവാനുമാണ് ക്വാറന്റൈൻ ദിനങ്ങളിൽ താൻ ശ്രമിച്ചതെന്ന് ഫാദർ സിജോ ചുങ്കത്ത് പറയുന്നു. വികാരങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാനും അല്ലെങ്കിൽ ധ്യാനിക്കാനും പറ്റിയൊരു സമയമായിരുന്നു ഈ ക്വാറന്റൈൻ. അപ്പോൾ യേശു ഈ ഗലീലി ആ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്ന് പൊട്ടിച്ചിരിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ വികാരഭരിതനായി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ഈ വിഭിന്ന ഭാവങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് ചായം കൊടുക്കാനായിട്ട് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തോളം ശ്രമിക്കുകയായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈയുള്ള കുറച്ച് 11 ചിത്രങ്ങൾ എനിക്ക് വരയ്ക്കാൻ സാധിച്ചത്. യേശുവിന്റെ ആനന്ദഭാവം, ഖാനായിലെ കല്യാണ വിരുന്നിൽ കയറി വരുന്ന പൊട്ടിച്ചൊരിച്ച് ശിശുമാരോടൊപ്പം ആർത്തുല്ലസിച്ച് വരുന്ന ഈ ഒരു യേശു, അല്ലെങ്കിൽ കുട്ടികളോടൊത്ത് കുട്ടികളെ തന്റെ മടിയിലിരുത്തി അവരോട് സ്നേഹം പങ്കുവയ്ക്കുന്ന സന്തോഷത്തോടു കൂടിയിട്ടുള്ള ആ മുഖമാണ് ഞാൻ ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും യേശു ഒരു നല്ല ഇടയനായിട്ട് ആടുകളെ ചേർത്ത് പിടിക്കുന്നു. നമ്മെ എല്ലാവരെയും കരുതലോട് കൂടിയിട്ട് തന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ നമ്മെ നയിക്കുന്ന ഒരു യേശു. ആ ഒരു യേശുവിനെയാണ് ഈ നല്ല ഇടയന്റെ ഒരു ഭാവത്തിലൂടെ ഞാൻ വരച്ചിരിക്കുന്നത്. ഈശോയെ വ്യത്യസ്തമാക്കുന്നത് അവൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാരുടെ ഒപ്പം അവരുടെ തോളിൽ കൈയിട്ട് അവരുടെ കൂടെ ഒരു ഒന്നായിട്ട് ജീവിക്കുന്ന യേശു. ഒരു നല്ല അപ്പൻ തന്റെ മക്കളെ ശാസിക്കും. ബൈബിളിൽ നമുക്ക് കാണാം യേശു തന്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നതും അല്ലെങ്കിൽ ഫരിസായർ കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ആ ശാസിക്കുന്ന യേശുവിന്റെ മുഖം. പിതാവിന്റെ കരുണയുടെ മുഖമാണ് യേശു. തന്റെ മുന്നിൽ വരുന്ന എല്ലാവരോടും, അനാഥരോടും വിശക്കുന്നവരോടും പാപികളോടും രോഗികളോടും യേശു കരുണ കാണിച്ചു എന്ന് ബൈബിൾ പറയുന്നു. പീഡാസഹനം മുതലേ നമുക്ക് കാണാം ഒറ്റയായി പോയ യേശു പ്രാർത്ഥിക്കാനായിട്ട് തന്റെ കൂടെ കൂട്ടിയവർ പോലും ഉറങ്ങിപ്പോയിട്ട് പിതാവിനോടൊപ്പം താൻ ഏറ്റെടുക്കാൻ പോകുന്ന ആ പീഡകള് അതിലെ സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന യേശു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യെശയ്യായുടെ സഹനദാസൻ. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമലിലേറ്റിയത്, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിലേറിയത്.
ആ യേശുവിനെ നമുക്കിവിടെ കാണാം. അവന്റെ ക്ഷതങ്ങളാണ് നമുക്ക് സൗഖ്യമേകിയത്. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനെ നോക്കി അവൻ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദേഹം മാസകലം മുറിവേറ്റുകൊണ്ട് അവൻ നമ്മെ മുക്തിയിലേക്ക് നയിച്ചു. ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി തന്നിട്ടുള്ളത് ഈ കുരിശ് രൂപമാണ്. വർണ്ണങ്ങൾ കൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തെ വർണ്ണിച്ച മലയാളി വൈദികന്റെ ചിത്രരചന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കാസയെടുക്കുന്ന ഈ യുവ വൈദികന്റെ കൈകളിൽ വിരിയുന്നത്. താൻ വരച്ചിട്ടുള്ളതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കുരിശിലെ ഈശോയുടെ ചിത്രമാണെന്നും തനിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകിയത് കുരിശു രൂപമാണെന്നും യേശുവിന്റെ എല്ലാ വികാരങ്ങളുടെയും ക്ലൈമാക്സ് കുരിശിലാണെന്നും ഫാദർ സിജോ പറയുന്നു. ഈ കുരിശിലെ ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, സ്നേഹമുണ്ട്. യേശുവിന്റെ എല്ലാ വികാരങ്ങളുടെയും ഭാവങ്ങളുടെയും ഒരു ക്ലൈമാക്സ് കുരിശിലാണെന്ന് വേണം പറയാനായിട്ട്. യേശുവിന്റെ ഭാവങ്ങൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കടന്നു വരുന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖങ്ങൾ തന്നെയാണ്. അവരുടെ സ്നേഹത്തിൻ്റെയും അവരുടെ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും വേദനയുടെയും ഭാവങ്ങളൊക്കെ. ഈ സമയം ഞാൻ പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നതും നന്ദി പറയുന്നതും അവരോടാണ്. അതോടൊപ്പം തന്നെ ഡമിഷിനോ കോളേജിലെ എല്ലാ അച്ഛന്മാരെയും, എൻ്റെ സാഗർ രൂപതയിലെ ബിഷപ്പ് ജെയിംസ്, അതുപോലെ മറ്റ് എല്ലാ സഹവൈദികരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഫാദർ സിജോ നേച്ചർ മെഡിറ്റേഷൻ, ഇൻസ്പിറേഷണൽ തോട്ട്സ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്യാൻവാസുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വൈദികന്റെ കലാവൈഭവം. മരക്കൊമ്പുകളിൽ ഇനിയും ക്രിസ്തു മയങ്ങുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ കലാകാരന്റെ കൊത്തുപണികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൃശൂരിലെ കുരിയച്ചിറ സെന്റ് ജോസഫ് ഇടവകയിലെ ജോൺ ചുങ്കത്തലിന്റെയും റോസിയുടെയും ഏകമകനായ ഫാദർ സിജോ ജോൺ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം 2 വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷമാണ് സാഗർ മിഷണറി രൂപതാ വൈദികനായി 2013 അഭിഷിക്തനായത്. രൂപതയുടെ ചാൻസലറായി സേവനം അനുഷ്ഠിച്ച ഫാദർ സിജോ ഇപ്പോൾ റോമിൽ ബൈബിളിൽ ഉപരിപഠനം നടത്തുകയാണ്. 850 വർഷത്തിലേറെ പഴക്കമുള്ള ഫ്രാൻസിലെ പുരാതന ദേവാലയമായ നോട്ടർഡാം കത്തീഡ്രലിൽ അഗ്നിബാധയുണ്ടായിട്ട് 1 വർഷം പൂർത്തിയായി. 2019 ഏപ്രിൽ 15-നാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ലോകത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ അഗ്നിബാധ ദേവാലയത്തിലുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിന്മേലുണ്ടായിരുന്ന തീ അണച്ചുവെങ്കിലും ഗോപുരം പൂർണ്ണമായും കത്തിനശിച്ചു. 400-ൽ പരം അഗ്നിശമന സേനാ പ്രവർത്തകർ ഒന്നിച്ചു പ്രവർത്തിച്ചാണ് അന്ന് തീയണച്ചത്. യേശുവിനെ ധരിപ്പിച്ച മുൾമുടി കാലാകാലങ്ങളായി ഈ ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. കത്തീഡ്രലിൽ അഗ്നിബാധയുണ്ടായതിനെ തുടർന്ന് തിരുശേഷിപ്പ് പാരീസിലെ സെന്റ് ജെർമെയിൻ ദേവാലയത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച തിരുശേഷിപ്പ് ദേവാലയത്തിലെത്തിച്ച് ഓൺലൈനിലൂടെയുള്ള വണക്കത്തിന് ദേവാലയം അവസരമൊരുക്കിയിരുന്നു. നേരത്തെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ദേവാലയം സന്ദർശിക്കുവാൻ എത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 200 വർഷം നീണ്ട പണികൾക്ക് ശേഷം 12-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തുറന്ന ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരുന്നു. യുദ്ധത്തെയും വിപ്ലവത്തെയും അതിജീവിച്ച് നൂറ്റാണ്ടുകൾ ഫ്രാൻസിന്റെ പ്രതീകമായി നിന്ന ആരാധനാലയം കൂടിയായിരുന്നു നോത്രദാം കത്തീഡ്രൽ ദേവാലയം. ലോകശ്രദ്ധ ആകർഷിച്ച കത്തീഡ്രലിന്റെ പുനർനിർമ്മാണത്തിനായി ചൈനയും ഫ്രാൻസും കരാറിൽ ഒപ്പുവെച്ചതും പ്രധാന വാർത്തയായിരുന്നു. അഗ്നിബാധയ്ക്കിരയായ പൗരാണിക കെട്ടിടങ്ങളുടെ, പ്രത്യേകിച്ച് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിൽ ചൈനയ്ക്ക് വളരെയേറെ അനുഭവ സമ്പത്തുണ്ടെന്നും നോത്രദാം കത്തീഡ്രലിന്റെ ഓക്കുമരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽക്കൂരയുടെ പുനരുദ്ധാരണത്തിന് വേണ്ട വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകുവാൻ ചൈനയ്ക്ക് കഴിയുമെന്നും ചൈനീസ് അക്കാദമി ഓഫ് കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഡയറക്ടറായ ചായ് ഷിയാവോമിങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 850 വർഷങ്ങൾ പഴക്കമുള്ള നോത്രദാം കത്തീഡ്രൽ ഭാഗികമായി കത്തി നശിച്ചത് ആഗോളതലത്തിൽ തന്നെ ഞെട്ടൽ ഉളവാക്കിയിരുന്നു. ദേവാലയം ഭാഗികമായി നശിച്ചുവെങ്കിലും ദേവാലയത്തിലെ തിരുശേഷിപ്പുകളും മണികളും ഗോപുരങ്ങളും സുരക്ഷിതമാണ്. ദേവാലയത്തിന്റെ പുനർനിർമ്മാണം സംബന്ധിച്ച പഠനങ്ങൾ നടന്നുവരികയാണ്. 93-ന് നിറവിൽ എമിറേറ്റസ് ബെനഡിക്ട് 16-ാമൻ പാപ്പ. 2013 ഫെബ്രുവരി 28-നാണ് മാർപ്പാപ്പ പദവിയിൽ നിന്ന് ബെനഡിക്ട് പാപ്പ സ്ഥാനത്യാഗം ചെയ്തത്. COVID-19 പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലാതെയാണ് പാപ്പയുടെ പിറന്നാൾ ആഘോഷം നടന്നത്. 2005-ൽ 78-ാം ജന്മദിനത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ബെനഡിക്ട് പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്.
അപ്പസ്തോലിക ലേഖനങ്ങളിലൂടെയും രേഖകളിലൂടെയും തിരുസഭയ്ക്ക് പുത്തൻ വിശ്വാസാനുഭവം സമ്മാനിച്ച പാപ്പ പ്രായാധിക്യം മൂലം 2013 ഫെബ്രുവരി 28 മാർപ്പാപ്പ പദവിയിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്തത്. സ്ഥാനത്യാഗം ചെയ്ത നാൾ മുതൽ വത്തിക്കാൻ ഗാർഡനിലെ മാതർ എക്ലേസിയെ ഭവനത്തിലാണ് ബെനഡിക്റ്റ് പാപ്പ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത്. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ മാർക്കറ്റ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബെനഡിക്റ്റ് പാപ്പയുടെ ജന്മഗൃഹം അദ്ദേഹത്തിന്റെ 80ാം ജന്മദിനം മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിട്ടിരിക്കുകയാണ്. ഇവിടം സന്ദർശിക്കാൻ ഓരോ ദിവസവും ധാരാളം പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷത്തെ സുവിശേഷ കേന്ദ്രീകൃത ജീവിതത്തിലൂടെ പാപ്പ ഒട്ടേറെ സംഭാവനകൾ സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടുണ്ട്. ദൈവശാസ്ത്ര പഠനത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. കത്തോലിക്ക സഭയും യഹൂദരും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യമാക്കുന്നതിൽ ബെനഡിക്റ്റ് പാപ്പയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഫ്രഞ്ച് അക്കാദമി, ഇംഗ്ലീഷ് പാർലമെന്റ്, ജർമ്മൻ പാർലമെന്റ് എന്നിവിടങ്ങളിലെ പാപ്പയുടെ 3 പൊതുപ്രസംഗങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വടക്കൻ അറേബ്യയുടെ പ്രഥമ അപ്പസ്തോലിക വികാറും പ്രവാസി മലയാളികളുടെ പ്രിയങ്കരനുമായ ബിഷപ്പ് കാമില്ലോ ബല്ലിൻ ദിവംഗതനായി. ഗൾഫ് രാജ്യത്തലവന്മാരുമായി ഏറെ സൗഹൃദം പുലർത്തിയിരുന്ന ബിഷപ്പ് കാമില്ലോ ബല്ലിൻ ശ്വാസകോശാർബുദത്തിന് ചികിത്സയിലിരിക്കെ ഇറ്റലിയിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത്. അറബി ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുന്ന ബിഷപ്പ് കാമില്ലോ ബല്ലിൻ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വടക്കൻ അറേബ്യൻ മേഖലകളിൽ സഭയുടെ സാന്നിധ്യം ഉയർത്തിയത്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എന്നീ പ്രദേശങ്ങളിലെ സഭയുടെ ചുമതലക്കാരനായിരുന്ന ബിഷപ്പ് കമ്പോനി മിഷണറി സഭാംഗമാണ്. 2005 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 16 പാപ്പയാണ് അദ്ദേഹത്തെ കുവൈറ്റ് അപ്പസ്തോലിക് വികാറായി ഉയർത്തിയത്. 2011 ബിഷപ്പിനെ വടക്കൻ അറേബ്യയുടെ പ്രഥമ അപ്പസ്തോലിക് വികാറായി നിയമിക്കുകയായിരുന്നു. പാതുവയിലെ ഫൊണ്ടാനി സ്വദേശിയായിരുന്ന ബിഷപ്പ് വിശ്വാസികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. ഇമെയിൽ വഴി വിശ്വാസികളുടെ തിരുസഭ സംബന്ധമായ സംശയങ്ങൾ വളരെ വ്യക്തതയോടെ ദൂരീകരിച്ചിരുന്ന അപൂർവം ബിഷപ്പുമാരിൽ ഒരാൾ കൂടിയായിരുന്നു ബിഷപ്പ് കാമില്ലോ ബല്ലിൻ. പാണ്ഡിത്യവും ലാളിത്യവും കൊണ്ട് ഏറെ ശ്രദ്ധേയനായ ഇടയനാണ് വിട വാങ്ങിയതെന്ന് ബിഷപ്പ് കാമില്ലോ ബല്ലിന് കീഴിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച മലയാളി വൈദികൻ ഫാദർ ജോയ് മേനാച്ചേരി പറഞ്ഞു. 2006 മുതൽ ഗൾഫ് മേഖലയിൽ സേവനമനുഷ്ഠിച്ചു വരവേ ബിഷപ്പുമാരുമായി ഏറെ സൗഹൃദം പുലർത്താനായെന്നും ഫാദർ ജോയ് മേനാച്ചേരി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് ദേഹവിയോഗം നൽകിയിരിക്കുന്ന ഒരു ദുഃഖവും വേർപാടും ചെറുതല്ല. ഇത്തരം ഗ്രൗണ്ട് ടു എർത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇടപെടുന്ന വ്യക്തിത്വത്തെ അത് വിശ്വാസമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം സ്മരിക്കപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ്. അതായത് വിശ്വാസ സംബന്ധമായ സഭാസംബന്ധമായ വിശ്വാസികളുടെ ഒരുപക്ഷെ സ്ഥാനത്തോ അസ്ഥാനത്തോ ഉള്ള സംശയങ്ങൾ, ആ സംശയങ്ങൾക്കൊക്കെ ഇമെയിൽ വഴിയായിട്ട് നേരിട്ട് ഉത്തരം പറയുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഉത്തരം കിട്ടുന്നവർക്ക് അത് അത്ര അങ്ങോട്ട് അനുകൂലമല്ല എന്നുള്ള മറുപടി കിട്ടിയാൽ അദ്ദേഹം അവരെ നേരിട്ട് വിളിക്കുന്നു, വ്യക്തിപരമായിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് അദ്ദേഹം ഇടപെടുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള പിതാക്കന്മാരെ നമ്മൾ കണ്ടുമുട്ടുക അത്ര എളുപ്പമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനം, സഭാചരിത്രത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്. 2005 അദ്ദേഹം കുവൈറ്റിലെ ബിഷപ്പായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഗൾഫ് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് മലയാളികളുമായി ഏറെ സൗഹൃദം പുലർത്തിയിരുന്ന ബിഷപ്പ് കാമില്ലോ ബെല്ലിന്റെ നിര്യാണത്തിൽ സീറോ മലബാർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അനുശോചനം രേഖപ്പെടുത്തി. കാമില്ലോ ബല്ലിൻ പിതാവിനെ നമുക്ക് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. അദ്ദേഹം 76ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ലോകത്തോട് ഇവിടെ പറയുന്നത്. 51 വർഷത്തെ വൈദികൻ എന്നുള്ള ശുശ്രൂഷ, 14 വർഷത്തെ മെത്രാനെടുത്ത ശുശ്രൂഷ, തീർച്ചയായിട്ടും അതീവ തീക്ഷ്ണതയോടുകൂടി അജപാലന ശുശ്രൂഷ നിർവഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഈ പ്രിയപ്പെട്ട ദാസനെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കും, നിത്യസമ്മാനം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും മറ്റു പ്രാർത്ഥനകളിലുമെല്ലാം ഇനിയും അഭിമന്യ പിതാവിനെ സ്മരിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമൊരുക്കിയത്. ബിഷപ്പ് കാമില്ലോ ബെല്ലിന്റെ നിര്യാണത്തിൽ മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയും അനുശോചനം രേഖപ്പെടുത്തി.
അദ്ദേഹത്തിൻ്റെ പാവന ആത്മാവിന് എല്ലാ ആദരവും പ്രാർത്ഥനയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നാമത്തിൽ അനുശോചനവും ഞാൻ അറിയിക്കുന്നു. കുവൈറ്റിലെ, ബഹ്റിനിലെ അദ്ദേഹത്തിൻ്റെ സഹകാരികളോടും നോർത്തേൺ അറേബ്യൻ വികാരിയേറ്റിലെ ബഹുമാനപ്പെട്ട വൈദികരോടും ഇടവക സമൂഹങ്ങളോടും കമില്ലോ ബാലേൻ തിരുമേനിയുടെ കുടുംബാംഗങ്ങളോടും കൊമ്പോണി ആശ്രമ സമൂഹത്തോടും ഈ സഭയ്ക്കുള്ള അനുശോചനം പ്രത്യേകമായി അറിയിക്കുന്നു. COVID-19 മൂലം ക്ലേശിക്കുന്ന രാജ്യങ്ങൾക്ക് കടം ഇളവ് നൽകണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തിന് പിന്തുണയുമായി IMF. പാപ്പയുടെ ആഹ്വാനത്തിന് പുറകെ 19 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 25 രാജ്യങ്ങൾക്ക് കടം ഇളവ് ചെയ്തതായി അന്താരാഷ്ട്ര നാണയനിധി പ്രഖ്യാപിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇളവുകൾ നൽകുക അല്ലെങ്കിൽ കടം മൊത്തമായി എഴുതിത്തള്ളുക എന്ന നിർദ്ദേശമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിനത്തിൽ മുന്നോട്ട് വെച്ചത്. Cristo, mia speranza è risorto. È un altro contagio che si trasmette da cuore a cuore. പാപ്പയുടെ ആഹ്വാനത്തിന് തൊട്ടു പിന്നാലെയാണ് COVID-19 രൂക്ഷമായ രാജ്യങ്ങളുടെയും ദരിദ്ര രാജ്യങ്ങളുടെയും സാമ്പത്തിക കടങ്ങൾ ഇളച്ചു നൽകുന്നുവെന്ന് IMF വ്യക്തമാക്കിയത്. അടുത്ത 6 മാസത്തേക്കാണ് ഇളവുകൾ നൽകിയിരിക്കുന്നതെന്നും ഇതുമൂലം പ്രസ്തുത രാജ്യങ്ങൾക്ക് ആരോഗ്യരംഗത്തും മറ്റു മേഖലകളിലും കൂടുതൽ പണം ചെലവഴിക്കാൻ സാധിക്കുമെന്നും അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ക്രിസ്റ്റലീന ജോർജീവ പറഞ്ഞു. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, നൈജർ, മൊസാംബിക് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് പ്രധാനമായും ഇളവുകൾ ലഭിക്കുക. കടങ്ങൾ എഴുതിത്തള്ളിയാൽ പ്രസ്തുത രാജ്യങ്ങൾക്ക് കോവിഡ് വൈറസിനെ തുരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു. ഈ പോരാട്ടത്തിൽ തനിച്ച് വിജയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരേ വൈറസ് മൂലം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ സഹകരണവും കൂട്ടായ്മയും വളർത്തിയെടുക്കുക എന്നത് കടമയായി കരുതണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ നഴ്സറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്യാമ്പ് ഒരുക്കി മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയം. എല്ലാ വർഷവും നടത്താറുള്ള അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ കുട്ടികൾക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് പങ്കെടുക്കാവുന്ന വിധത്തിൽ സ്മാർട്ട് ഫോണുകളിലൂടെയാണ് മത്സരങ്ങളെല്ലാം നടത്തിയത്. 700ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കൊറോണ രോഗത്തെ ചെറുക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ, ചിത്രം വര, ഡാൻസ്, ഡബ് സ്മാഷ്, റൂട്ട് മാപ്പ് തയ്യാറാക്കൽ, ഡംപ് ഷറാഡ്സ്, ട്രോൾ തുടങ്ങി 15 ഇനങ്ങളിലായി പുതുമയാർന്ന മത്സരങ്ങളാണ് നടന്നത്. സംഗീതത്തിന് 46-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മോട് കൂടെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടെ നിന്ന് സുരക്ഷിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്ന് പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. കുടമാളൂരിൽ തണുത്ത വല്ലരിയിൽ മുട്ടുച്ചിറയിൽ വളർന്ന പൂമുട്ടേ, കാരമടത്തിൽ വിരിഞ്ഞ നറുമലരേ, പൂമുഖമായി നിറഞ്ഞ സുഗന്ധം നീ, വിശുദ്ധയാ മൽഫോൻസയെ പ്രാർത്ഥിച്ചിടണമേ, ഭാരത മണ്ണിൽ യാചനകൾ വെണ്ണിലുയർത്തണമേ. വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയാണ് സജ്ജീകരണങ്ങളും മത്സര സമയവും നിശ്ചയിച്ചത്. വിധി നിർണയവും ഫലപ്രഖ്യാപനവും ഓൺലൈനായി തന്നെ പൂർത്തിയാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യും. പുറത്തിറങ്ങാനാവാതെ വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ഏറെ ഉല്ലാസം നൽകിയ ഈ ഓൺലൈൻ ക്യാമ്പിന് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫെബിൻ ചിറയത്ത്, പ്രിൻസിപ്പൽ EK കുര്യാക്കു എന്നിവർ നേതൃത്വം നൽകി. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിനൊരുങ്ങുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് തൃശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവക. ഇടവക വികാരി ഫാദർ ജോജു പനക്കലാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. Jesus, meek and humble of heart, make my
ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെയും അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ കുട്ടികളെ ഓൺലൈനിലൂടെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കുകയാണ് പുറനാട്ടുകര ഇടവക. ക്ലാസുകൾ നൽകുന്നതിനായി സൂം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നും കുട്ടികളുടെ പഠനവും അറ്റൻഡൻസും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും ഇടവക വികാരി ഫാദർ ജോജു പനക്കൽ പറഞ്ഞു. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകൾ ഏപ്രിൽ 1-ാം തീയതി ആരംഭിച്ച് മെയ് 9-ാം തീയതി നടത്താമെന്നുള്ളൊരു ധാരണയാണ് വെച്ചിരുന്നത്. പിന്നീട് നമുക്കൊരു ചിന്ത വന്നു, അങ്ങനെയാണെങ്കിൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ തുടരും? ഈ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളെ ഒരുമിച്ച് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്, ലോക്ക്ഡൗൺ ആണ്, ആർക്കും പള്ളിയിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കൊരു ചിന്ത വന്നതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഓൺലൈനിൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചുകൂടാ എന്ന്. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം 14-ാം തീയതി മുതൽ നമ്മൾ റെഗുലറായിട്ട് ഒരു മാസത്തേക്ക് ഓൺലൈനിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 32 കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 10:30 വരെയാണ് ക്ലാസ് ടൈം, അരമണിക്കൂർ ക്ലാസ് എടുക്കുന്നുള്ളൂ. പക്ഷേ പിന്നീട് അവർ വീടുകളിൽ അത് പഠിക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. കുട്ടികളെ നേരിട്ട് കാണാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളായിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാനും അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷ നടത്താനും ഒക്കെ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഇപ്പോൾ നമുക്കറിയാലോ, നമുക്ക് പലവിധം ആപ്പുകളുണ്ട്. അതുവഴിയാണ് നമ്മൾ സൂം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. കുട്ടികളുടെ അവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കുവാനും അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ പരിശീലനം നൽകുവാനുമാണ് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതെന്നും ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജെയ്സൺ വൻമേലിൽ പറഞ്ഞു. ലോക്ക്ഡൗൺ ആയെന്ന് പറഞ്ഞാലും നമ്മുടെ വിശ്വാസ പരിശീലനവും നമ്മുടെ കൂദാശ സ്വീകരണവും മറ്റു കാര്യങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം സഭ ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വിശ്വാസ ജീവിതം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് എന്നുള്ള ഒരു മനസ്സിൽ നമുക്ക് വേണം. നമ്മളെപ്പോഴും ദൈവത്തിന് നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഇതെല്ലാം കുട്ടികൾക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ സമയം, ഇപ്പോൾ അവർക്ക് അവധിക്കാലമാണ്, അവരുടെ സമയം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് അതായത് സിനിമയും സീരിയലും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ട് അവരുടെ സമയം വൃഥാവിലാകാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ നന്നായിട്ട് പരിശീലിപ്പിച്ചെടുത്ത് സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം നല്ല പൗരന്മാരായിട്ട് നല്ല വിശിഷ്ട വ്യക്തികളായിട്ട് തീർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചത്. അപ്പോൾ അതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിആർഎസിനും മീഡിയ ക്ലബിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. കുട്ടികളുടെ പഠനകാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ക്ലാസുകളുടെ സമയക്രമം അറിയിക്കുന്നതിനുമായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ വളരെ ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടിയാണ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നത്. പഠിപ്പിക്കുന്ന ക്ലാസുകൾ മനഃപ്പാഠമാക്കുവാൻ മാതാപിതാക്കൾ തങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു. ആദ്യ കുർബാന സ്നേഹത്തിനായി നന്നായി ഒരുങ്ങുന്നുണ്ട്. സിസ്റ്ററിൻ്റെ എല്ലാ ക്ലാസ്സും ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ഞാൻ എല്ലാ ദിവസം സിസ്റ്ററിൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാറുണ്ട്. അമ്മ എന്നെ ഒത്തിരി അധികം സഹായിക്കാറുണ്ട്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നവമാധ്യമങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് തൃശൂർ പുറനാട്ടുകരയിലെ ഇടവക. ലോക്ക്ഡൌൺ എത്രനാൾ നീണ്ടാലും വിശ്വാസ ജീവിതത്തിന് ഒരു തടസ്സവും നേരിടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് പുറനാട്ടുകര ഇടവകക്കാർ. അതേസമയം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടവക ജനത്തിനു വേണ്ടി ഓൺലൈനിലൂടെ എല്ലാ ദിവസവും ഫാദർ ജോജു ദിവ്യബലി അർപ്പിക്കുന്നുണ്ട്. മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്ന ഇടവകയിലെ ഒരു കൂട്ടം യുവാക്കളാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.